പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെട്ടില്ല എന്ന ഒരു വലിയ ആരോപണം നിലനിൽക്കുകയാണ്. ഇന്നലെ NM വിജയൻ്റെ കുടുംബം വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ ശ്രമിച്ചത്. എന്നാൽ അതിന് തടസ്സം വരുന്ന രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥരും മറ്റധികൃതരും ഒക്കെ തന്നെ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കുടുംബം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നലെ ആ ഒരു ദുരനുഭവം ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? ഇന്ന് ഞങ്ങളാരെയും അങ്ങോട്ട് വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ കൽപ്പറ്റ MLA സിദ്ദീഖ് നമ്മളെ വിളിച്ചു. പിന്നെ അന്നിപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ വന്നതെന്ന്. അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുടുംബം എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? തികച്ചും ന്യായമായിട്ടുള്ള കാര്യമല്ല അവർ പറയുന്നത്. ഇനിയും കുറേ സമയമാണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യില്ല. ഇന്നലെ ഒരു 10 ദിവസം ഡെഡ് ലൈൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഒട്ടേറെ ആരോപണങ്ങൾ, അല്ലെങ്കിൽ ആരോപണങ്ങളല്ല, ഒട്ടേറെ സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതെ, 10 ദിവസത്തിന് ശേഷം അവർ ഞങ്ങളെ ഒരു കാര്യവും ചെയ്തു തന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാർ ഞങ്ങൾക്കോ NM വിജയനോ NM വിജയൻ്റെ ഇപ്പം ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികൾക്കോ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഞങ്ങൾക്കും പാർട്ടിയുടെ അടുത്ത് തന്നപ്പോൾ അത്രയും മതിയല്ലോ. ആ പാർട്ടി കാരണം ഒരു മനുഷ്യൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു. അതിലും വലുതൊന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലെങ്കിൽ ആ രഹസ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുമല്ലേ? അതെ, ഇന്നിപ്പം അവർ നോക്കട്ടെ. ഒരു 10 ദിവസം എന്നാണ് പറയുന്നത്. ഇന്നെന്താ സംസാരിക്കുക എന്ന് എനിക്കറിയില്ല. ഇന്നെന്താ സംസാരിക്കാൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളോട് പറയാം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.